ഞാൻ ആൽബി. എല്ലാവർക്കും AR പ്ലാന്റിൻ്റെ ആദ്യത്തെ വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കരയിലുള്ള പ്രശസ്തമായ ചിറ്റോളങ്ങര ദേവീ ക്ഷേത്രത്തെ പറ്റിയും അവിടുത്തെ കുംഭഭരണി മഹോത്സവത്തെ പറ്റിയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് ഓണാട്ടുകര എന്ന നാടിനെ പറ്റിയൊന്നറിയാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ശരിക്കും ഇത് ഞാൻ കുറച്ച് നാൾ മുന്നേ ചെയ്ത ഒരു ഡോക്യുമെൻ്ററിയുടെ ഒരു ചെറിയൊരു പോർഷനാണ്. കണ്ടു നോക്കാം. ചെട്ടികുളങ്ങര ക്ഷേത്രം ഓണാട്ടുകരയുടെ പ്രാചീന ക്ഷേത്ര സങ്കേതവും ചെട്ടികുളങ്ങര ഭഗവതി ഓണാട്ടുകരയുടെ പരദേവതയുമാകും. ഇവിടുത്തെ പ്രതിഷ്ഠ ശ്രീ ഭദ്രകാളിയാണെങ്കിലും പ്രഭാതത്തിൽ ദേവി സരസ്വതിയായും മധ്യാഹ്നത്തിൽ മഹാലക്ഷ്മിയായും സായം സന്ധ്യയിൽ ശ്രീദുർഗ അഥവാ ഭദ്രകാളിയായും വിരാജിക്കുന്നു എന്ന് സങ്കല്പം. അതുകൊണ്ട് 3 നേരവും 3 രീതിയിലുള്ള പൂജകൾ ഇവിടുത്തെ പ്രത്യേകതയാണ്. ശബരിമല കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വരുമാനവും ഭക്തജനങ്ങളുടെ തിരക്കുമുള്ള ക്ഷേത്രമാണ്. അതിനപ്പുറം ഏറ്റവും വ്യത്യസ്തങ്ങളായിട്ടുള്ള നിരവധി ഉത്സവങ്ങൾ നടക്കുന്ന ക്ഷേത്രമാണ് ചിറ്റോളങ്ങര ദേവി ക്ഷേത്രം. കന്നിമാസത്തിൽ നവരാത്രിയോട് ആരംഭിക്കുന്ന ഉത്സവം ശരിക്കും അവസാനിക്കുന്നത് മീനഭരണിയോട് കൂടിയാണ്. അപ്പോൾ 6 മാസം നീണ്ടു നിൽക്കുന്ന ഉത്സവകാലമാണ് ചിറ്റോളങ്ങരയെ സംബന്ധിച്ചിട്ട് വളരെ സമ്പന്നമാക്കുന്നത്. കുംഭമാസത്തിൽ കൊണ്ടാടുന്ന ചെട്ടികുളങ്ങര കുംഭഭരണി ജാതി മത ഭേദമന്യേ ഓണാട്ടുകരയുടെ ദേശീയ ഉത്സവമാണ്. കുത്തിയോട്ടവും കെട്ടുകാഴ്ചയുമാണ് കുംഭഭരണി മഹോത്സവത്തിൽ പ്രമുഖം. ഉത്സവ ദിവസം ഉച്ച കഴിഞ്ഞ് ക്ഷേത്രത്തിന് ചുറ്റുമുള്ള 13 കരകളുടെ പങ്കാളിത്തത്തോടെയാണ് കെട്ടുകാഴ്ച നടക്കുന്നത്. തേരും കുതിരയും ഒറ്റയും ഇരട്ടയുമായ കെട്ടുകാളകൾ, ഭീമൻ, പാഞ്ചാലി, ഹനുമാൻ തുടങ്ങിയ ഇതിഹാസ കഥാപാത്രങ്ങളുടെ ദാരുരൂപങ്ങൾ ഘോഷയാത്രയായി ക്ഷേത്രത്തിന് കിഴക്കുവശത്തുള്ള വയലിൽ എത്തിക്കുന്നു. രാത്രി സമയത്ത് ദേവിയുടെ രൂപം ഘോഷയാത്രയായി വയലിലുള്ള ഓരോ രൂപങ്ങളെയും സന്ദർശിച്ച് ദേവി 13 കരകളിലും പ്രസാദിച്ചിരിക്കുന്നു എന്ന് ഉറപ്പുവരുന്നു. കെട്ടുകാഴ്ചയുടെ ഭാഗമായ കുതിര എന്ന രൂപത്തിന് അമ്പര ചുബിയായ ഗോപുരം പോലെയുള്ള ഒരു രൂപമാണ്. ഓരോ കരയുടെയും കുതിരയുടെ മധ്യഭാഗത്തായി പ്രഭട എന്ന് പറയുന്ന ദാരുരൂപം പ്രദർശിപ്പിച്ചിരിക്കുന്നു. 125 അടി ഉയരം വരുന്ന കുതിര നിർമ്മാണത്തിൽ പഗോഡകളുടെ ആകൃതിയിലുള്ള സമാനതകളുണ്ട്. ബുദ്ധമത സ്വാധീനത്തിന്റെ തെളിവാണിതെന്ന് ഗവേഷകർ അഭിപ്രായപ്പെടുന്നു. എങ്കിലും കൈക്കരുത്തും കൂട്ടായ്മയും കരവിരുതും ഭക്തിയും സമ്മേളിക്കുന്ന കെട്ടുകാഴ്ചകൾ ഗോത്ര സംസ്കാരത്തിന്റെ അടയാളങ്ങളാണ്. 13 കരയെന്ന് പറയുമ്പോൾ ഈരേഴ് തെക്ക് ഈരേഴ് വടക്ക്, കൈത തെക്ക് കൈത വടക്ക്, കണ്ണമംഗലം തെക്ക് കണ്ണമംഗലം വടക്ക്, പേള, കടവൂർ, ആഞ്ഞിലിപ്ര, മറ്റം വടക്ക്, മറ്റം തെക്ക്, മേനാമ്പള്ളി, നടക്കാവ്. അങ്ങനെയാണ് കരയുടെ ക്രമം. അപ്പോൾ നമ്മളുടെ ഈ കെട്ടുകാഴ്ചയുടെ കെട്ടും മട്ടും നമ്മളെല്ലാം തുടങ്ങുന്നത് ശിവരാത്രി ദിവസമാണ്. ഈ കരയിലെ എല്ലാ ആൾക്കാരും വന്ന് ഇതിൽ സംബന്ധിക്കുകയും വ്രതാനുഷ്ഠാനങ്ങളോടുകൂടി ശിവരാത്രി ദിവസം ഇവിടെ വന്ന് ഇതിൽ കെട്ടുകാഴ്ചയുടെ തുടക്കം ആദ്യം വണ്ടിക്കൂട് കെട്ടി, അത് കഴിഞ്ഞിട്ട് അതിൽ അച്ചുതടി വെച്ച് തണ്ട് എല്ലാം കയറ്റി കതിരുകാല് കയറ്റിയിട്ട് പിന്നീട് ഇടക്കൂടാരം സെറ്റ് ചെയ്ത് അത് ഇതിൻ്റെ മുകളിൽ വരും.
ഇടയ്ക്ക് പ്രവടവ, മേളിൽ തൊപ്പിക്കൂടാരം. ഇങ്ങനെ ഈ കണക്കനുസരിച്ചാണ് ഇത് പണിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മുടി മറ്റു കുതിരകൾക്കില്ലാത്ത രീതിയിൽ മുടി പ്രവടയെ കയറുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അപ്പോൾ അമ്മ കെട്ടുകാഴ്ച കാണുന്നത് ഈ കുതിര ഇരുന്നുകൊണ്ടാണെന്നൊരു സങ്കല്പം തന്നെ ഉണ്ട്. ഭഗവതിക്കുള്ള പ്രധാന വഴിപാടായാണ് കുത്തിയോട്ടം നടത്തപ്പെടുന്നത്. കുത്തിയോട്ടം എന്ന അനുഷ്ഠാന കല ചെട്ടികുളങ്ങരയുടെ പ്രാന്തപ്രദേശങ്ങളിൽ നിലവിലുള്ള ഒന്നാണ്. മനോഹരമായ പാട്ടുവായ്ക്കാരികളും സംഗീതവും താളമേളങ്ങളും സങ്കീർണമായ ചുവടുകളും കുത്തിയോട്ടത്തിലുണ്ട്. കുത്തിയോട്ടത്തിൽ വ്രതശുദ്ധരായ ആൺകുട്ടികൾക്ക് എല്ലാ മതപരമായ ചടങ്ങുകളും ശിവരാത്രി മുതൽ ഭരണി ദിവസം വരെയുള്ള ഒരാഴ്ച കൊണ്ട് പഠിപ്പിച്ചു കൊടുക്കും. ഭരണി ദിവസം രാവിലെ കുട്ടിയുടെ ശരീരം സ്വർണ്ണനൂല് കൊണ്ട് ചുറ്റിക്കെട്ടി ഘോഷയാത്രയായി ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിക്കും. ചൂരൽ മുറിയുന്ന ചടങ്ങ് എന്നാണ് ഈ ചടങ്ങിന് പറയുന്ന പേര്. ലോഹനൂൽ ഊരിയെടുത്ത് ദേവിക്ക് സമർപ്പിക്കുന്നതോടെ കുത്തിയോട്ട വഴിപാട് അവസാനിക്കും.